ഹലോ ഓൾ. അപ്പോൾ ഇന്ന് വൈൻ മേക്കിങ്ങിൻ്റെ 4th ഡേ ആണ്. ഇന്നലെ നമ്മൾ ഇളക്കി വെച്ചില്ലേ, അത് ഇന്ന് വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇന്നലത്തെ പോലെ ചെറിയൊരു ഭയം ഞാൻ വീണ്ടും എഴുന്നേറ്റ് നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ടൈറ്റാണ് പേടി. അവസ്ഥയാണ്. കുറച്ചും കൂടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇരിക്കും, പേടിക്കണ്ട. അപ്പം നമ്മൾ ഇളക്കിയിട്ട് മധുരം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നല്ല മണമുണ്ട്. വൈനായി സെറ്റായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. കുറച്ച് ഒരു ഇച്ചിരി ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അരിച്ചെടുക്കുമ്പം പാത്രത്തിലോ ഒന്നിൽ കാണാൻ പാടില്ല. അങ്ങനെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് വെറുതെ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും വൈനാണ് നമ്മൾ വെറുതെ അരിച്ചപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു തോർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ അരിച്ച് വെച്ചപ്പോൾ ഇത്രയും കിട്ടി. ഈ കിട്ടിയതിന് നമ്മൾ ഒന്നും കൂടെ ഡബിൾ ലെയർ ക്ലോത്ത് ഇട്ട് അരിച്ചെടുക്കുകയാണ്. നല്ലോണം ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി എന്തെങ്കിലും കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. നമ്മൾ സെക്കൻഡ് ടൈമും നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ജാറിലാണ് കേട്ടോ ആക്കുന്നത്. ഇതുപോലത്തെ ഒരു ജാറിലാണ് ഈ വൈന്. ഇനി ഇത് അടപ്പിട്ടല്ല കേട്ടോ ക്ലോസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഇട്ടാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അടപ്പിട്ട് ക്ലോസ് ചെയ്താൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അടപ്പ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ടൈറ്റായിട്ട് കെട്ടാൻ പോകും. ഏകദേശം നമ്മളെ വൈന് സെറ്റായി. 4 days കൊണ്ട് സെറ്റാവുന്ന വൈനായിരുന്നു. ഇനി നാളെ ഇത് ബോട്ടിലോട്ട് മാറ്റുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.